എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. ഈ മേയർക്കും MLA-ക്കും എതിരെ വീണ്ടും കേസായി. ദമു എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഇതുപോലത്തെ 100 വണ്ടി വരും. 100 വണ്ടി. അത്രയ്ക്ക് വേണോ സഖാവേ? ആ വണ്ടി ഇത്തിരി കൂടിപ്പോയില്ലേ? ഇവർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി. സംഭവം പൊളിഞ്ഞായിരുന്നു. നീ വെച്ചേരെ. എന്തോന്ന് പൊളിഞ്ഞു? നീ വെച്ചേ. പൊളിഞ്ഞു. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. ഡ്രൈവർ യദുവിന്റെ ഹർജിയിൽ കോടതി ഇന്ന് നിർദ്ദേശം നൽകിയിരുന്നു കേസെടുക്കാൻ. ഇതിന് പിന്നാലെയാണ് നടപടി. എന്റെ സ്വഭാവം അങ്ങനെ. ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. അല്ല നാമം എന്താണെന്നും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. ഈ രണ്ടാമത്തെ കേസിൽ ഏതൊക്കെ വകുപ്പുകൾ? താക്കോലൊടിഞ്ഞു. ഞാനൊരു വലിയ സംഭവം അല്ലേ? രണ്ടാമത്തെ കേസിലെ പ്രധാനമായിട്ടും ജാമ്യമില്ലാത്ത വകുപ്പുണ്ട് എന്നുള്ളതാണ് ആ കേസ്. നിനക്ക് ഗുരു കൊണ്ടുപോകൂടാ. അതുകൂടാതെ ബസ്സിനുള്ളിൽ കയറി യാത്രക്കാരെ ഇറക്കി വിട്ടു എന്ന മറ്റൊരു വകുപ്പ് കൂടിയുണ്ട്. അതായത് താൻ എനിക്കൊരു കള്ള പാസ്പോർട്ട് സംഘടിപ്പിച്ചതാ. ഞാൻ വല്ല മലയാളിലോ സിംഗപ്പൂരിലോ എവിടെങ്കിലും പോയി വല്ല കൂലിപ്പണിയും ചെയ്ത് ജീവിച്ചോളാം. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കാം, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ?